ചട്ടിയിലെ ബീഫ് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഇത് റെഡിയാക്കി എടുത്തതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ ബീഫ് കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് പിന്നെ മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് അത് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലും അടുപ്പിച്ചതാ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബീഫ് ഉണ്ടല്ലോ, അത് ആ ഒരു ചാറോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഉഷാറായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വലിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റി വരുമ്പോൾ തന്നെ നമ്മളെ ബീഫ് മസാലയ്ക്ക് പിടിച്ച് നല്ല ഭംഗിയുള്ള കളറായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചു. ഇപ്പോൾ ഇതാ നമ്മളെ ബീഫത്തെ വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ.